ഹായ് ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. NIS സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 14ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സ്ട്രൈറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്റർ. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. സ്ട്രൈറ്റ് ലൈൻസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് സ്ട്രൈറ്റ് ലൈൻ എന്ന് നമുക്കറിയാം. ഓക്കെ, രണ്ട് പോയിന്റുകൾ തമ്മിൽ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ നമുക്കൊരു ലൈന് കിട്ടും. അതിന് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നു. അതായത് യാതൊരുവിധ വളവുകളും ഒന്നുമില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ലൈൻ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ആൻ ആക്സിസ് എന്ന് പറയുന്നു. നോക്കൂ, ഈ ഒരു എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ് അല്ലേ? ഇത് എക്സ് ആക്സിസ്, എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? നോക്കൂ, ഇത് എക്സ് ആക്സിസ് ആണ്. ആ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പാരലൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇത് എക്സ് ആക്സിസിന് പാരലാണ്. ഞാനിത് ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ, ഇത് ചെറിയൊരു വളവുണ്ട്, യഥാർത്ഥത്തിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കിട്ടും, ഈ പറയുന്ന എക്സ് ആക്സിസിന് പാരലായിട്ട്. നോക്കൂ, എക്സ് ആക്സിസിന് പാരലായിട്ട് വരക്കണമെങ്കിൽ മുകളിൽ മാത്രം വരക്കണം എന്നില്ല. ഞാൻ ഇവിടെ താഴെ ഇങ്ങനെ ഒരു ലൈന് വരക്കുന്നു, പാരലായിട്ട് ഒരു ലൈന് വരക്കുന്നു. അങ്ങനെ വരക്കുമ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുന്നത് അല്ലേ? അപ്പോഴും നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇവിടെയുള്ളത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇനി ഞാൻ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാലോ അത് എങ്ങനെ ഉണ്ടാവും? നോക്കൂ, വൈ ആക്സിസ്, അതിന് പാരലൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരക്കും. അതുപോലെ ഇവിടെയും വരക്കും. ഇത് രണ്ടും ഒരു പാരലൽ ആയിട്ട് എനിക്ക് കണക്കാക്കാം. അതുപോലെ ഇതും പാരലൽ ആയിട്ട് കണക്കാക്കാം, ഇതും പാരലൽ ആയിട്ട് കണക്കാക്കാം, ഇതും പാരലൽ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈന്, അതുപോലെ തന്നെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇവിടെ രണ്ട് സ്ട്രൈറ്റ് ലൈനുകളും നമുക്കുണ്ട്. ഈ സ്ട്രൈറ്റ് ലൈനുകളെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്ന രീതി നമ്മൾ മുമ്പ് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 1, 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ 1, 2 എന്നുള്ളത് കിട്ടിയത്? എക്സ് ആക്സിസും വൈ ആക്സിസുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിന് 1 ആണ്, ഇവിടെ വൈ ആക്സിസിന് 1 ആണ്. ഇനി ഈ സ്ട്രൈറ്റ് ലൈൻ നോക്കൂ, ഈ സ്ട്രൈറ്റ് ലൈന് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉള്ളത്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈനിൽ ഞാൻ ഇവിടെ 4 പോയിന്റുകൾ എടുക്കും. നോക്കൂ, ഇതാണ് ഒറിജിൻ. ഒറിജിനിൽ എക്സ് ആക്സിസ് ഇങ്ങോട്ട് വരയ്ക്കുന്നു, വൈ ആക്സിസ് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചപ്പോൾ എനിക്ക് അതിലെ ഓരോ പോയിന്റുകളെയും കോർഡിനേറ്റ്സ് ഞാൻ നോക്കുന്നു. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നോക്കൂ, -1, 2 എന്നുള്ളതാണ്. ഈ പോയിന്റിൻ്റെത് 0, 2 എന്ന് വന്നു. ഇവിടെ നോക്കൂ, 1, 2 എന്ന് വന്നു. ഇവിടെ 2, 2 എന്ന് വന്നു. ഇനി ഇവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഈ പോയിന്റ് 3, 2 എന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോയിന്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് ലൈനിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഇതിൻ്റെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അതിൻ്റെ വൈ കോർഡിനേറ്റുകളെല്ലാം സെയിം ആയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ വൈ കോർഡിനേറ്റ് നോക്കൂ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു, അതിൻ്റെ എല്ലാം ഓരോ പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് എടുത്തു, അതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ്സ് എടുത്തപ്പോൾ അതെല്ലാം എനിക്ക് ഈക്വലായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. ഇനി വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാലോ? നോക്കൂ, ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്,
ആ ഒറിജിൻ്റെ എക്സ് ആക്സിസ് ഇതാണ്, വൈ ആക്സിസ് ഇതാണ്. ആ വൈ ആക്സിസിന് പാരലായിട്ട് ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ വരക്കുന്നു. ആ സ്ട്രൈറ്റ് ലൈൻ വരച്ചപ്പോൾ എനിക്ക് അതിൽ ഓരോ പോയിന്റുകൾ ഞാൻ അടയാളപ്പെടുത്തി. ആ പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് ഞാൻ ഇവിടെ എടുത്തു. ആ കോർഡിനേറ്റ്സുകൾ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വൈ ആക്സിസിന് പാരലായിട്ട് ഞാൻ വരച്ചിട്ടുള്ള എല്ലാ പോയിന്റുകളും അതിലെ കോർഡിനേറ്റ്സുകൾ എല്ലാം എടുത്തപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് സെയിം ആയി. നോക്കൂ, ഈ പോയിന്റ് -1 ആണ്, ഇത് 1 0 ആണ്, ഇത് 1 1 ആണ്, ഇത് 1 2 ആണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പോയിന്റ് എടുക്കുമ്പോൾ 1 3 ആയിട്ട് വരും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോയിന്റുകൾ കിട്ടിയപ്പോൾ അത് എടുത്തപ്പോൾ അതിലെ എല്ലാം എക്സ് ആക്സിസുകൾ സെയിം ആയിട്ട് വന്നു. നോക്കൂ, നേരത്തെ നമ്മൾ ചെയ്തതിൽ എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചപ്പോൾ അതിലെ എല്ലാ വൈ കോർഡിനേറ്റ്സും സെയിം ആണ്. ഇനി വൈ ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചപ്പോൾ അതിലെ എല്ലാ എക്സ് കോർഡിനേറ്റ്സും സെയിം ആണ് എന്നും നമ്മൾ കണ്ടു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.